അടുക്കളയിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒന്നാണല്ലോ ഫ്രിഡ്ജ്. ഭക്ഷണ സാധനങ്ങൾ മുതൽ പാചകം ചെയ്തത് വരെ നമ്മൾ സൂക്ഷിക്കുന്ന ഇതിലാണ്. കാരണം അതിനൊന്നും കേടുവരാൻ പാടില്ലല്ലോ അല്ലേ. പക്ഷെ എന്നാൽ ഇതിൽ നമ്മൾ ചെയ്യണ ഒരു തെറ്റുണ്ട്. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പല രാസപ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. അതിൻ്റെ രുചിക്ക് നിറത്തിന് മാറ്റം വരികയും ചെയ്യും. അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സാധിക്കില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഒന്നാണല്ലോ വെളുത്തുള്ളി. 60% കൂടുതൽ ഈർപ്പം ഇതിനെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളി കേടാവും. നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിലോ 60% മേളിലാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരിക്കലും വെളുത്തുള്ളി വെക്കാൻ പാടില്ല. വെളുത്തുള്ളി അഥവാ വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മുളയ്ക്കുകയും ചെയ്യും, വിഷാംശം സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സവാള. കറിക്കരിയാനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പകുതിയൊക്കെ വേണ്ടി വരുള്ളൂ, ബാക്കി പകുതി നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലായിരിക്കും വെക്കുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം അതിന് വേഗം പൂപ്പൽ പിടിക്കുകയും ചെയ്യും, വിഷാംശം സ്പ്രെഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇവ രണ്ടും ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ എളുപ്പത്തിൽ പൂപ്പൽ വരുന്ന ഒന്നാണ് ഇഞ്ചി. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷാംശങ്ങൾ വേഗം സ്പ്രെഡ് ആവുകയും ചെയ്യും. അത് നമ്മുടെ കരളിനെ വൃക്കയെ നല്ലപോലെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ എല്ലാവരും ചെയ്യണ ഒന്നാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് നേരെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. അതൊരിക്കലും ചെയ്യില്ല. കാരണം ഫ്രിഡ്ജിൽ ഈർപ്പം നല്ലപോലെ തട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചോറ് വേഗം പൂപ്പലാവുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ സ്റ്റാർച്ചിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ബി.പിയും കൊളസ്ട്രോളും ഹൈ ആവാനും സാധ്യതയുണ്ട്. ഇനി ചോറ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് 24 മണിക്കൂർ കൂടുതൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ലപോലെ ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. സാധാരണ നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒന്നാണല്ലോ ബ്രെഡ്. പക്ഷെ അത് അത്ര നല്ലതല്ല കേട്ടോ. കാരണം ബ്രെഡ് വേഗം ഉണങ്ങിപ്പോവുകയും പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുപോലെയാണ് തക്കാളി. തക്കാളിയുടെ രുചി നഷ്ടപ്പെടുക മാത്രമല്ല അത് ഉണങ്ങിപ്പോവുകയും അതിൻ്റെ കട്ടി കുറഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ മറ്റൊന്നാണ് തേൻ. എന്താണേലും ഫ്രിഡ്ജിൽ നമ്മുടെ ആ ഏരിയയിൽ പോലും അടുപ്പിക്കാൻ പറ്റില്ലാത്ത ഒന്നാണ് തേൻ. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തേനിൻ്റെ കട്ടി കൂടുകയും ചെയ്യും. മാത്രമല്ല തേൻ വെക്കുന്നത് റൂം ടെമ്പറേച്ചറിന് വരെ മാറ്റിയിട്ടാണ്. പഴം ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. അത് നേന്ത്രപ്പഴമാണെങ്കിലും ചെറുപഴമാണെങ്കിലും. കാരണം അത് സൂക്ഷിക്കേണ്ടത് കാറ്റും വെളിച്ചം വന്ന സ്ഥലങ്ങളിലാണ്. എണ്ണ ഫ്രിഡ്ജിൽ വെക്കരുത്, കാരണം കട്ടയായിപ്പോൾ. പിന്നെ കാപ്പിപ്പൊടി അത് ഒരു കാരണവശാലും വെക്കരുത്. കാരണം അതിൻ്റെ രുചിയും ഗുണവും പോവുക മാത്രമല്ല ഇതിൻ്റെ മണം ഫ്രിഡ്ജിലുള്ള മറ്റുള്ള സാധനങ്ങളായിട്ട് കയറി പിടിക്കുകയും ചെയ്യും. ആപ്പിൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീര് വറ്റിപ്പോകും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രുചിയും മണവും ഗുണവും പോയ സാധനങ്ങൾ കഴിച്ചിട്ട് എന്തിനാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വെറുതെ നശിപ്പിക്കുന്നത്?